ഹായ്, എല്ലാവർക്കും ഭാഗ്യലക്ഷ്മിയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. വക്കീല് സദാനന്ദനോട് പറയുകയാണ്, എടോ, കോടതിയിലെ കേസ് അവസാനിച്ചിട്ടില്ല, ഇനിയും വാദം നടക്കും. ആ സമയത്ത് ഇവരെങ്ങനെ പ്രകോപിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? സദാനന്ദൻ പറയുകയാണ്, ഒരു ചുക്കും സംഭവിക്കില്ല വക്കീലേ. അടുത്ത തവണ ഭാഗ്യം വന്നാൽ കേസ് തോക്കും. അങ്ങനെ ഭാഗ്യം വരില്ല. അങ്ങനെ ഭാഗ്യം വന്നിട്ട് കേസ് ജയിക്കാനുള്ള ഭാഗ്യം ആ പോയ കിളവനും അവന്റെ ചത്തുപോയ മോനും ഇല്ല. അതുകൊണ്ട് ആ വശത്തേക്കൊന്നും സംസാരം പോണ്ട. കളിച്ചത് ഞങ്ങളാണെങ്കിലും കേസ് കഴിയുമ്പോൾ പറഞ്ഞതിനേക്കാൾ 10 രൂപ കൂടുതൽ കയ്യിലോട്ട് വച്ചു തരും. പിന്നെ എന്താവശ്യം വന്നാലും അത് സാധിച്ചു തന്നിരിക്കും. ശരി എന്നാലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് വക്കീൽ. വക്കീല് പോയ ശേഷം കാർത്തിയോട് സദാനന്ദൻ പറയുകയാണ്, അതെ, ആരുടെ മുന്നിലും തലകുനിക്കാത്തതാണ് എന്റെ ശീലം. ഇനി കൊല്ലാനും തല്ലാനും പോകുമ്പോൾ അത് ആലോചിച്ചിട്ട് വേണം പോകാൻ. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ എന്തും ചെയ്യാം എന്ന് കരുതി നടന്നാൽ നമ്മളേക്കാൾ വലിയവൻ നാട്ടിൽ ഉണ്ടെന്ന് ഓർക്കണം. പിന്നീട് കാണിക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ്. ഭാഗ്യലക്ഷ്മിയോട് ദിയ ചോദിക്കുകയാണ്, കോടതിയിൽ കൊല ചെയ്യപ്പെട്ട ശ്രീകുമാറിന്റെ അച്ഛനും പ്രോസിക്യൂട്ടറുമൊക്കെ കാത്തിരുന്നു കാണും. അമ്മ വരുമെന്നും ഇല്ലെന്നവരോട് വിളിച്ചു പറഞ്ഞില്ലല്ലോ അല്ലേ? പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേന്ദ്രൻ വക്കീലിനെ നിരന്തരം വിളിച്ചിരുന്നു. എനിക്ക് മറുപടി പറയാനില്ലാത്തത് കൊണ്ടാണ് മൊബൈൽ അറ്റൻഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ അച്ഛൻ ജയിക്കുമല്ലോ എന്ന് ദിയ ചോദിക്കുമ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന ദീപ പറയുകയാണ്, ജയിക്കുമെങ്കിൽ ജയിക്കട്ടെ, അപ്പോൾ അമ്മയ്ക്ക് മനസമാധാനം കിട്ടുമല്ലോ. അത് കേട്ട് കിട്ടുമോ അമ്മയെന്ന് ചോദിക്കുകയാണ് ദിയ. ദിയ ചോദിക്കുകയാണ്, കോടതിയിൽ ആരാണ് ജയിക്കേണ്ടത്? ആരുടെ ഭാഗമാണ് കോടതി പരിഗണിക്കേണ്ടത്? വിധി ആർക്കനുകൂലമായിട്ടാണ് വരേണ്ടത്? ദിയയുടെ അടുത്ത് വന്നിരുന്ന ശേഷം ദീപ പറയുകയാണ്, എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദിയെ. നിനക്കറിയാമല്ലോ സദാനന്ദന്റെയും അയാളുടെ മകന്റെയും സ്വഭാവം. ദിയ പറയുകയാണ്, ഇതുകൊണ്ടാണ് നാട് നന്നാവാത്തത്. പറയേണ്ടത് ആരോടും പറയില്ല. പക്ഷെ അമ്മയിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല. എനിക്ക് മോളോട് എന്ത് പറയണമെന്ന് അറിയില്ല മോളെ. ഞാൻ എന്തുകൊണ്ടാണ് കോടതിയിൽ പോകാത്തതെന്ന് ദൈവങ്ങൾക്ക് മാത്രമല്ല, കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിന്നവനും അവന്റെ അച്ഛനും അറിയാം. ഒന്നും അറിയാതെ കോടതിയിൽ അഴിഞ്ഞാടുന്നത് നിങ്ങളുടെ അച്ഛനാണ്. ഭാഗ്യലക്ഷ്മിയുടെ സംസാരമൊക്കെ കേട്ട് ദിയ പറയുകയാണ്, അമ്മയ്ക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അമ്മയെ ആരോ കാര്യമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനു മുമ്പ് ഇതിലും എത്രയോ വലിയ ഭീഷണി അമ്മ നേരിട്ടിരിക്കുന്നു. അന്നൊക്കെ മുഖം നോക്കാതെ അമ്മ ചെയ്യേണ്ടത് ചെയ്തിട്ടുമുണ്ട്. എനിക്ക് മക്കളെ വേണം, നിങ്ങളില്ലാതെ അമ്മയ്ക്കൊരു ജീവിതം ഇല്ല. അതേസമയം വീട്ടിലേക്ക് വരികയാണ് വിജയകുമാർ. തിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്ന വിജയകുമാർ പറയുകയാണ്, എന്തായാലും ബുദ്ധിയുള്ളവരെ പോലെ നിങ്ങളുടെ അമ്മയെന്ന് പ്രവർത്തിച്ചു, അല്ലെങ്കിലെല്ലാം കുളമായേനെ. ദിയ ചോദിക്കുകയാണ്, വിധി വന്നോ ഇന്ന്? അങ്ങനെ കേസ് എടുക്കുന്നതിന്റെ അന്ന് തന്നെ വിധി വരാറില്ലല്ലോ, കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. അന്നത്തെ ദിവസവും ഇന്നത്തെ പോലെ ബുദ്ധി കാണിച്ചാൽ കോടതിയിൽ ഞാൻ ജയിക്കും. ഇത് കേട്ട് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, കോടതിയിൽ ജയിക്കും, പക്ഷേ ദൈവത്തിന്റെ മുൻപിലോ? എടുത്തു കാട്ടി വിജയകുമാർ പറയുകയാണ്, ദൈവം എനിക്ക് തന്ന പണിയാണ് ഈ വക്കീലിന്റെ വേഷം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കക്ഷികൾക്ക് പരമാവധി നീതി നടപ്പിലാക്കണം. അതാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അത് ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടും ഉണ്ട്. മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ദിയ ചോദിക്കുകയാണ്, അമ്മ ഇന്ന് കോടതിയിൽ വന്നിരുന്നെങ്കിൽ അച്ഛൻ ജയിക്കുമായിരുന്നോ? അച്ഛൻ ജയിക്കില്ല, അതിനേക്കാൾ അമ്മയും. എന്ന് വച്ചാൽ അച്ഛൻ തോൽക്കുമ്പോൾ അതിനേക്കാൾ തോൽക്കുന്നത് നിന്റെ അമ്മയായിരിക്കും എന്ന്. ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അത് നിങ്ങൾക്ക് ഉറപ്പുണ്ട് അല്ലേ? എനിക്ക് മാത്രമല്ല, നമ്മളെയും സദാനന്ദനെയും അറിയാവുന്ന എല്ലാവർക്കും ഉറപ്പുണ്ട്. സദാനന്ദന്റെ മകനെ ജയിലിലേക്ക് വിട്ടിട്ട് നിനക്കോ നിന്റെ മക്കൾക്കോ ഈ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല. അത് കേട്ട് ദിയ ചോദിക്കുകയാണ്, അവനെയൊക്കെ പുറത്തു വിട്ടാൽ എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുമോ? ഷീബ കൊലക്കേസിലെ പോലെ അരും കൊലകൾ ഇനിയും ആവർത്തിക്കും. അവനൊക്കെ ജയിലിലേക്ക് പോയാൽ അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. ദിയെ ഒന്ന് നോക്കിയിട്ട് വിജയകുമാർ പറയുകയാണ്, ഒരുപാട് കിടന്ന് ചാടാതടി പെണ്ണെ. അമ്മയെ പോലെ തലക്കനം കൂടിയിട്ട് നിന്റെ തലയ്ക്ക് നീ തന്നെ ഭാരമാകരുത്. മരിച്ചത് നമ്മുടെ ആരുമല്ല, അവനുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. കുഞ്ഞിനു വേണ്ടി നമ്മുടെ ജീവിതം ബലി കൊടുക്കാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയാൽ എല്ലാവർക്കും കൊള്ളാം. അത്രയും പറഞ്ഞ് മുകളിലേക്ക് കയറി പോവുകയാണ് വിജയകുമാർ. ദിയ ചോദിക്കുകയാണ്, അമ്മ എന്താ ഒന്നും പറയാത്തത്? അമ്മ എന്തു പറയാനാണ്? ദീപ ചോദിക്കുകയാണ്, മനഃപൂർവ്വം നീ അച്ഛനെയും അമ്മയെയും കൊണ്ട് വഴക്കിടിക്കുകയാണോ? സങ്കടപ്പെട്ടുകൊണ്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, കൊല ചെയ്യപ്പെട്ട ശ്രീകുമാർ അമ്മയെ വല്ലാതെ അലട്ടുന്നുണ്ട്. പയ്യന്റെ മുഖം മനസ്സിൽ നിന്നും പോകുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ ഭാഗ്യലക്ഷ്മിയെ കാണാൻ വരുന്ന സുബ്രഹ്മണ്യനെയാണ്. സുബ്രഹ്മണ്യൻ പറയുകയാണ്, ഒരുപാട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ കോടതി മുറിയിൽ ഇരുന്നത്. പക്ഷെ അവസാനം പണത്തിനും സ്വാധീനത്തിനും മുന്നിൽ സാറ് കീഴടങ്ങി അല്ലേ? എന്റെ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും സാറാണ്.
മരണവാർത്ത അറിയുന്ന സമയത്തും സാറുണ്ടായിരുന്നു. ക്ഷമിച്ചുകൊണ്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എന്റെ അവസ്ഥ അതായി പോയി. ഞങ്ങൾക്കെല്ലാം അറിയാം സാറേ, സ്വന്തം ഭർത്താവാണ് കേസ് വാദിച്ചത്. പിന്നെ എത്രയൊക്കെ ആദർശം പറഞ്ഞാലും സദാനന്ദന്റെ പണത്തിനും ഭീഷണിക്ക് മുൻപിൽ ആരായാലും കീഴടങ്ങി പോകും. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഞാൻ അതുകൊണ്ടല്ല കീഴടങ്ങിയത്. ഒന്നും പറയണ്ട സാറേ, എന്റെ മോന്റെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടട്ടെ എന്ന് കരുതിയാണ്. ഇനിയിപ്പോൾ ഞങ്ങളെ വെട്ടിക്കൊന്നാൽ പോലും ഞങ്ങൾക്ക് സന്തോഷം തന്നെ. ആത്മഹത്യ ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ജീവിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും മരിക്കണേ എന്നും പറഞ്ഞ് അതുകൊണ്ട് പോലും കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. ഏതായാലും കോടതിയിൽ കേസ് കഴിഞ്ഞിട്ടില്ല. അടുത്ത തവണയെങ്കിലും വരാൻ പറ്റുമെങ്കിൽ സാറ് വരണം. എന്റെ മോന്റെ മുഖം ഓർത്തിട്ടെങ്കിലും. സാറിനും ഞങ്ങളുടെ മോന്റെ പ്രായത്തിൽ ഒരു മോനുണ്ട്. ആ മോനായിരുന്നു ഈ വിധിയെങ്കിൽ സാറിന് സഹിക്കുമായിരുന്നു. നിർബന്ധിക്കില്ല സാറേ, എല്ലാവർക്കും അവരവരുടെ കുടുംബമാണ് വലുത്. പക്ഷേ സദാനന്ദനും അവന്റെ മോനെയും പോലുള്ളവർ പുറത്ത് ജീവിക്കുമ്പോൾ ഒരു കുടുംബവും സുരക്ഷിതമല്ല, ഒരു മക്കളും. ഞങ്ങൾക്കൊരു ആൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാറിന് ഒരു മോനും 2 പെൺകുട്ടികളുമുണ്ട്. അതോർക്കണം. അവന്മാർ ദയനീയമായി കൊലപ്പെടുത്തിയ ഷീബ എന്ന പെൺകുട്ടിയെയും ഓർക്കണം. അത്രയും പറഞ്ഞ് സങ്കടപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ് സുബ്രഹ്മണ്യൻ. പിന്നീട് കാണിക്കുന്നത് രചനയുടെ വീടാണ്. അവിടേക്ക് ഭാഗ്യലക്ഷ്മി എത്തുകയാണ്. കാറിന്റെ ഹോൺ കേട്ട് ജനലിൽ കൂടി നോക്കുമ്പോൾ ഭാഗ്യലക്ഷ്മിയെ കണ്ട് ആകെ പരിഭ്രമിക്കുകയാണ് രചന. ഓടി അകത്തേക്ക് ചെന്ന് രചന ആന്റിയോട് പറയുകയാണ്, ആന്റി ദീപയുടെ അമ്മ വരുന്നുണ്ട്, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണേ. ഭാഗ്യലക്ഷ്മി ബെല്ലടിക്കുമ്പോൾ പേടിച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് ചെല്ലുകയാണ് ആന്റി. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അവള് വന്നില്ലേ? വന്നായിരുന്നു, കുറച്ചു മുൻപ് പുറത്തേക്ക് പോയി. എങ്ങനെയാണ് പോയത്? സ്കൂട്ടറിലാണ് പോയത്. അപ്പോൾ സ്കൂട്ടർ പുറത്തിരിക്കുന്നതോ എന്ന് ചോദിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. എന്താ ഒന്നും പറയാത്തതെന്ന് ഭാഗ്യലക്ഷ്മി വീണ്ടും ചോദിക്കുമ്പോൾ ആന്റി പറയുകയാണ്, അത് ഒരു കൂട്ടുകാരി വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. മാറി നിക്കടി അങ്ങോട്ടെന്നും പറഞ്ഞ് ആന്റിയെ പിടിച്ചു മാറ്റി അകത്തേക്ക് കയറുകയാണ് ഭാഗ്യലക്ഷ്മി. അവൾ ഇതിനകത്ത് തന്നെ ഉണ്ട്, ഞാൻ അവളെ കണ്ടിട്ടേ പോവുകയുള്ളൂ. അകത്ത് കയറി റൂമൊക്കെ തുറന്നു നോക്കുകയാണ് ഭാഗ്യലക്ഷ്മി. അലമാരിക്കകത്ത് ഒളിക്കുകയാണ് അന്നേരം രചന. രചന മോള് വിടില്ല എന്ന് ആന്റി പറയുമ്പോൾ ദേഷ്യപ്പെട്ട് വീണ്ടും ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതിനുശേഷം എല്ലായിടത്തും നോക്കുകയാണ് രചനയെ ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി വേറൊരു മുറിയിൽ നോക്കുമ്പോൾ പെട്ടെന്ന് രചനയെ അൽമാരി തുറന്ന് പുറത്തേക്ക് ഇറക്കി വിടുകയാണ് ആന്റി. പെട്ടെന്നെന്ന് പറയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി സ്കൂട്ടി എടുക്കാൻ പോവുകയാണ് രചന. ഇത് കണ്ട് ഭാഗ്യലക്ഷ്മി എടി നിക്കടി എവിടെയെന്നും പറഞ്ഞ് പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും സ്കൂട്ടി എടുത്തു പോവുകയാണ് രചന. രചന പോയ ശേഷം ഭാഗ്യലക്ഷ്മി ആന്റിയോട് ചോദിക്കുകയാണ്, അവൾ ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ആന്റിയെ അടിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. തെറ്റ് ചെയ്യാതിരുന്നിട്ടും ഞാനും എന്റെ മോളും തോറ്റുപോയി. അവളുടെ കവിളത്ത് കൊടുക്കേണ്ടതായിരുന്നു നിനക്ക് തന്നത്. അവളെ കാണുമ്പോൾ ഇതല്ല, കഴുത്ത് ഞെരിച്ച് കൊല്ലും ഞാൻ. അത്രയ്ക്ക് തകർന്നു നിൽക്കുകയാണ് ഞാൻ. നിനക്ക് പിന്നെ ഇത് അധികമൊന്നും അല്ല, നീയും കൂട്ടുപ്രതിയാണ്. ഈ വീടിന്റെ അടുക്കളക്കാരിയായ നിനക്കറിയാം സംഭവിച്ചത് എന്താണെന്ന്. അവളോട് പറഞ്ഞേക്ക് എപ്പോഴും ഇങ്ങനെ മുങ്ങി നടക്കാൻ പറ്റില്ല എന്ന്. എന്റെ മുന്നിൽ വന്ന് പെടുമെന്ന്. പിന്നീട് വിജയകുമാറിന്റെ ഓഫീസിലേക്ക് എത്തുകയാണ് ഭാഗ്യലക്ഷ്മി. വിജയകുമാർ മറ്റ് സ്റ്റാഫുകളോട് പറയുകയാണ്, ഞാൻ പല കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു കേസ് എന്നെ കുഴപ്പിച്ചിട്ടില്ല. എന്നാലും അവസാനം ചിരിച്ചുകൊണ്ട് കോടതിയിൽ നിന്നും ഇറങ്ങി വരാൻ കഴിഞ്ഞത് ഭാഗ്യം. ഗോഡ് എന്ന് പറയുമ്പോൾ അവിടേക്ക് കയറി വരുന്ന ഭാഗ്യലക്ഷ്മിയെ കാണുകയാണ് വിജയകുമാർ. വിജയകുമാർ ചോദിക്കുകയാണ്, ഓ, കോടതിയിൽ വന്നില്ലെങ്കിലും വക്കീൽ ഓഫീസിലോട്ട് എഴുന്നള്ളിയോ? ഇല്ല, ഇവിടെ അങ്ങനെ വരുന്ന പതിവൊന്നും ഇല്ലല്ലോ. ഇതൊരു ഭ്രാന്താലയമായിട്ട് കാണുന്ന ഒരാള് ഇങ്ങോട്ട് എന്തിനാണാവോ വന്നത്? ആകെ സങ്കടപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എനിക്കൊന്ന് സംസാരിക്കണം, ഒന്ന് പുറത്തേക്ക് വരുമോ? എന്താ? വില്ലേജ് ഓഫീസർ ഭാഗ്യലക്ഷ്മി പറയുന്നത് എന്റെ ജൂനിയേഴ്സ് കേട്ടാൽ നിങ്ങൾക്കതൊരു കുറച്ചിലാകുമോ? ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് മാത്രം പറയേണ്ട കാര്യങ്ങളാണ്. അത് മറ്റാർക്കും കേൾക്കുന്നത് ശരിയല്ല. ഭർത്താവോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് ഉറപ്പിക്കാമല്ലോ. ഇടക്ക് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇരുവരും. താഴേക്ക് ഇറങ്ങി വന്ന ശേഷം വിജയകുമാർ ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് പറയാനുള്ളത്? നമ്മുടെ മക്കൾക്കൊരു തളർച്ചയുണ്ടായാൽ അവരുടെ ഭാവി ഇല്ലാതാക്കിയൊക്കെയാവുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അപ്പോഴെങ്കിലും കൂടെ നിൽക്കുമോ? എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ വിജയകുമാർ പറയുകയാണ്, ഒരിക്കലുമില്ല. നിന്റെ മക്കളുടെ ഭാവി ഇല്ലാതാക്കുന്നത് നീ തന്നെയാടി. വരയ്ക്കുന്ന വരയ്ക്കപ്പുറം പോകാത്തവരാണ് നമ്മുടെ മക്കൾ. ഇപ്പൊ മാത്രമേ ഉള്ളൂ ഞാനെന്നൊരാൾ വീട്ടിലുണ്ടെന്ന് ചിന്തിക്കുന്നത് പോലും. അങ്ങനെയുള്ളപ്പോൾ മക്കളുടെ ഭാവി ഇല്ലാതാകുന്ന ഒരു സംഭവം ഉണ്ടായാൽ അത് സോൾവ് ചെയ്യേണ്ടത് അമ്മയായ നീ തന്നെയാണ്. പ്രതിസന്ധി വരുമ്പോൾ കുടുംബനാഥനായ ഞാനത് പരിഹരിക്കണമെങ്കിൽ എനിക്ക് ആ പരിഗണന കിട്ടണം. നമ്മുടെ മക്കൾക്ക് എന്ത് തകർച്ച നേരിട്ടാലും അതിന് നീ മാത്രമാണടി ഉത്തരവാദി. തെറ്റിന്റെ വഴിയെ പോകാറില്ല. അതിനപ്പുറം എന്തെങ്കിലും വീഴ്ച ഞാൻ വരുത്തിയിട്ടുണ്ടോ?
കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്ന പ്രവൃത്തികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ കേട്ട് വിജയകുമാർ ചോദിക്കുകയാണ്, വക്കീൽ ഓഫീസിലേക്ക് വന്നത് വാദിക്കാനാണോ? എന്റെ മനസ്സിൽ എന്തോ ഒരു ഭയമുണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നി തുടങ്ങിയതാണ്. അതുകൊണ്ടാണല്ലോ നീ കോടതിയിൽ പ്രസന്റ് ആകാതിരുന്നത്. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാണ് നിന്നോടും നിന്റെ പെൺമക്കളോടും. കളിക്കുന്നത് നിസ്സാരക്കാരനോടല്ല എന്ന്. ഞാൻ കോടതിയിലേക്ക് വരാതിരിക്കാൻ സദാനന്ദന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് നിങ്ങളാണോ? ഈ കോടതിയിലേക്ക് വരരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് കേസിന്റെ ജയത്തിന് ആവശ്യമായിരുന്നു. എങ്കിലും ചോരത്തിളപ്പ് ഒരുപാടുള്ള എന്റെ ഭാര്യ വരാതിരിക്കണമെങ്കിൽ അങ്ങനെ വരുമെന്ന് ഞാൻ കരുതിയില്ല. എങ്കിലും അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തതിന് നന്ദി. പിന്നെ സദാനന്ദൻ മുതലാളിയോട് ഇടഞ്ഞതിന്റെ പേരിൽ നമ്മുടെ കുടുംബത്തിന് എന്ത് ദോഷം വന്നാലും, നമ്മുടെ മക്കൾക്ക് എന്ത് ദോഷം വന്നാലും ഞാൻ പറഞ്ഞല്ലോ, അമ്മയായ നീ തന്നെ അതൊക്കെ സോൾവ് ചെയ്യണം. കാരണം നമ്മുടെ മക്കൾക്ക് അമ്മയല്ലേ ഉള്ളൂ, അച്ഛനില്ല. അങ്ങനെയല്ലേ നീ അവരെ വളർത്തിയത്? ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്. ഒരു സങ്കടം വരുമ്പോൾ കൂടെ നിൽക്കാനും കുട്ടികളുടെ അച്ഛനുണ്ടാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ ചിത കൂട്ടിക്കഴിഞ്ഞ് മക്കളോടെങ്കിലും ഒരിത്തിരി സ്നേഹം കാണുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് അവർക്ക് എന്തെങ്കിലും വേദന ഉണ്ടായാൽ കൂടെ നിൽക്കുമോന്ന് ഞാൻ ചോദിച്ചത്. ദേഷ്യപ്പെട്ട് വിജയകുമാർ പറയുകയാണ്, നിക്കില്ല നിക്കില്ല നിക്കില്ല. ഇത് നിന്റെ മാത്രം ബാധ്യതയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇവിടെ വെച്ചായാലും വീട്ടിൽ വെച്ചായാലും സംസാരിക്കേണ്ട, എനിക്കത് കേൾക്കുകയും വേണ്ട. അത്രയും പറഞ്ഞ് മുകളിലേക്ക് കയറി പോവുകയാണ് വിജയകുമാർ. സങ്കടപ്പെട്ട് നോക്കി നിൽക്കുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വരുന്ന രചനയാണ്. ഡോക്ടർ ചോദിക്കുകയാണ്, എത്തിയോ, എന്തായി കാര്യങ്ങളൊക്കെ? ആകെ വിഷമിച്ചു നിൽക്കുകയാണ് രചന. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.